ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായ ഒരു പെയിൻറ്റിംഗ് ആണ്. ഇത് ഒരു സ്റ്റിൽ ലൈഫ് പെയിൻറ്റിംഗ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. കോഴിക്കോടൻ ഹൽവ അതാണ് ഇന്ന് വരക്കാൻ ശ്രമിക്കുന്നത്. ആക്ച്വലി ഇതൊരു ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് എങ്ങനെയാവും എന്നുള്ളത്. ഇത് കോഴിക്കോടൻ ഹൽവ ആണ് വരക്കുന്നത്. അപ്പോൾ അതിൽ ഒരേ സമയം ഈ ഹൽവയുടെ ഡാർക്ക്നെസ്സും കിട്ടണം, അതേസമയം അതിൻ്റെ ഷൈനിങ്ങും കിട്ടണം. ആ ഒരു രീതിയിലാണ് ഇത് വരക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് വരച്ച് നോക്കാം. ഇനീഷ്യലി കുറച്ച് ഹൽവകൾ റെഡ് കളറിൽ വരക്കാൻ ശ്രമിക്കുകയാണ്. പിന്നെ ഇതിൽ കുറച്ചൊരു 3D ഇഫക്റ്റ് കിട്ടിക്കാനും ഒന്ന് ശ്രമം നടത്തുന്നുണ്ട്. ആദ്യമായി ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന കളറ് റെഡാണ്. വെർമിലിയൻ ഹ്യൂ ഉപയോഗിച്ചിട്ടാണ് ഇത് വരച്ചിരിക്കുന്നത്. ഇങ്ങനെ കുറച്ച് ഹൽവകൾ ഓവർലാപ്പ് ചെയ്ത് കിടക്കുന്ന പോലെയാണ് വരച്ചിരിക്കുന്നത്. ചില ഹൽവകൾക്ക് കുറച്ചൊരു ഓറഞ്ച് ടിഞ്ച് കൂടി ചേർത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്, ഒരു വ്യത്യസ്തത വരാൻ വേണ്ടിയിട്ട്. ഈ പെയിൻറ്റിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്ന കളറ് ക്യാമലിൻ്റെ ആർട്ടിസ്റ്റ് വാട്ടർ കളർ പെയിൻറ്റിംഗ് ആണ്. നോർമൽ ബ്രഷസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പേപ്പർ 300 GSMൻ്റെ കോൾഡ് പ്രസ് പേപ്പറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു സൂര്യപ്രകാശം വരുന്ന രീതിയിലാണ് വരക്കാൻ ശ്രമിക്കുന്നത്. ലൈറ്റ്, സൂര്യപ്രകാശം എന്ന് ഉദ്ദേശിക്കുന്നത് ലൈറ്റ് ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് മുകളിൽ നിന്ന് വരുന്ന പോലെയാണ് വരക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ വ്യത്യസ്തങ്ങളായ കളറുള്ള ഓറഞ്ച്, റെഡ്, പിന്നെ ഡാർക്ക് ബ്രൗൺ, യെല്ലോ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കളറുകളുള്ള ഹൽവകളാണ് വരക്കാൻ ശ്രമിക്കുന്നത്. എത്രത്തോളം ശരിയാവുമെന്ന് അറിയില്ല. ഫസ്റ്റായിട്ടുള്ള ഒരു അറ്റംപ്റ്റാണ്. അപ്പം ട്രൈ ചെയ്ത് നോക്കുകയാണ്. ആദ്യമായിട്ടാണ് ഈ ഒരു രീതിയിലുള്ള പെയിൻറ്റിങ് ചെയ്യുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് ഇട്ട് വെച്ചിരിക്കുന്ന ഒരു ബൗളാണ് വരക്കാൻ പോകുന്നത്. ഒരു ബ്ലൂയിഷ് കളറുള്ള ഒരു ബൗളിലാണ് ഇത് ഇട്ട് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഹൽവയുടെ ഇടയ്ക്കുള്ള സീഡ്സ് കാണിക്കാൻ വേണ്ടി ഇടയ്ക്ക് കുറച്ച് വൈറ്റ് ഒഴിച്ചു വിട്ടിട്ടുണ്ട്. ആ വൈറ്റ് കൊണ്ട് വേറൊരു അഡ്വാൻറ്റേജും കൂടിയുണ്ട്, ഒരു ഷൈനിങ് എഫക്റ്റ് തോന്നിക്കാനും കൂടി സഹായിക്കും. പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു 3D ഇഫക്റ്റ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഷെയ്ഡിങ്സ് കൊടുക്കുകയാണ്. അതായത് ലെഫ്റ്റിൽ നിന്ന് മുകളിൽ നിന്ന് ഒരു പ്രകാശം വരുന്ന പോലെ ആകുമ്പോൾ ബാക്കിയുള്ള സൈഡുകളിലൊക്കെ ചെറിയൊരു ഷെയ്ഡിങ്സ് കൊടുക്കുകയാണ്. റെഡിനൊക്കെ കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള റെഡുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ യെല്ലോ കളർ ഉപയോഗിച്ചിരിക്കുന്നിടത്തൊക്കെ ഒരു ഓറഞ്ച് തരത്തിലുള്ള ഷെയ്ഡുകളാണ് കൊടുക്കാൻ ശ്രമിക്കുന്നത്.
ഇതിലിപ്പോൾ ബോളിൻ്റെ ഷാഡോസ് വരക്കുകയാണ്. ഇതിൽ ഹൽവയുടെ ഷാഡോസൊക്കെ ഒരുവിധമായിട്ടുണ്ട്. അധികം അതിൽ ട്രാൻസ്പാരൻസി പോകുന്നതുകൊണ്ട് അധികം വരക്കാതെ ഇത് ബൗളിൻ്റെ ഷാഡോസിലേക്ക് വരികയാണ്. കുറച്ചുകൂടി ഡീപ്പായ കളർ കൊടുക്കുകയാണ്. ഇതിൽ റെഡും ബ്ലൂ ഒക്കെ ചേർന്ന മിക്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഷാഡോസൊക്കെ ഒന്നുകൂടി ഡാർക്കാക്കി കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ബൗളിൻ്റെ സൈഡിലും ഒക്കെയുള്ള ഷാഡോസ് ഡാർക്കാക്കി കൊടുത്തിരിക്കുകയാണ്. പെയിൻറ്റിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.